ഇന്നലെ വൈകാരികമായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പി എസിനെ കുറിച്ച് എന്താണ് ഓർമ്മയുള്ളത്? വി എസിന് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളാണ്, വ്യക്തിപരമായും രാഷ്ട്രീയമായും ഒക്കെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 2008 പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അതിനുശേഷം ഉണ്ടായ പക്ഷേ വി എസ് ഒരു പാർട്ടിക്കകത്ത് നടത്തിയ ആശയ സമരത്തിൻ്റെ ഒരു സംഘടനാ രൂപമാണ് ഞങ്ങൾ ഒഞ്ചിയത്ത് ഉണ്ടാക്കിയത്. അത് വി എസിൻ്റെ മൗനാനുവാദമൊക്കെ അതിനകത്തുണ്ട്. തുടർന്ന് അങ്ങോട്ട് വൈകാരികമായ പോസ്റ്റ് അതുകൊണ്ടായിരുന്നു. ടി.പി. മരിച്ചതിന് ശേഷം, കൊല്ലപ്പെട്ടതിന് ശേഷം പാർട്ടി സെക്രട്ടറി കുലംകുത്തി എന്ന് വിശേഷിപ്പിക്കുന്നിടത്തിലെ വി എസ് ആണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ വൈകാരികമായ ദിവസം അത് മറക്കാൻ കഴിയാത്തതാണ്. ആ ഒരു ചേർത്ത് നിർത്തൽ, പിതൃതുല്യമായൊരു സ്നേഹത്തോടെയുള്ള ഒരു ചേർത്ത് നിർത്തലും കൂടി അന്ന് നമ്മൾ കണ്ടതാണ്. അതൊക്കെ തീർച്ചയായിട്ടും വി എസ് വ്യത്യസ്തനാക്കിയ ഒരു വൈകാരികതയ്ക്ക് ഒരു അടിസ്ഥാനം അതാണ്. എപ്പോഴും വി എസിൻ്റെ ചില സമയങ്ങളിലെ മൗനം പോലും വലിയ അർത്ഥതലങ്ങളുള്ളതാണ്. ടി പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൗനം എത്രത്തോളം സി പി എമ്മിനെല്ലാം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്? പല ഘട്ടങ്ങളിൽ സി പി എമ്മിനെ വി എസിൻ്റെ നിലപാടുകൾ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരണം വി എസ് വളരെ ശക്തമായിട്ട് വി എസ് അതാണ്, കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നാണ് വി എസ് പറയുന്നത്. അത് പറയാനുള്ള ധൈര്യം വി എസ് കാണിച്ചു എന്നതാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ വന്നതായാലും ചന്ദ്രശേഖരനെ കാണാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വി എസ് ഓടിയെത്തി. അത് പാർട്ടി ഒന്നടങ്കം വിലക്കിയിട്ടും വി എസ് വന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും വി എസ് അത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാരണം വി എസ് എടുക്കുന്ന സത്യസന്ധമായ നിലപാടുകളായിരുന്നു അതൊക്കെ. അതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത്. വി എസ് സി പി എമ്മിന് അകത്ത് നടത്തിയ അഭിപ്രായ ആശയ സമരങ്ങൾ ഒരു പാർട്ടി നയവ്യതിയാനങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ അതിനെതിരെ നടത്തിയ സമരത്തിൻ്റെ ഒരു സംഘടനാ രൂപം തന്നെയായിരുന്നു ഒഞ്ചിയത്തും ഞങ്ങൾ നടത്തിയത്. അതൊക്കെ തീർച്ചയായിട്ടും വി എസ് എല്ലായിടത്തും വ്യത്യസ്തനാക്കുന്ന അത്തരത്തിലുള്ള ജനഹൃദയങ്ങളിൽ വി എസ് ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം പോരാടിയ ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെ. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സി പി എമ്മിൽ സ്ഥാനം തന്നെ നഷ്ടമായതിന് പലപ്പോഴും ഇത്തരത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടുകൾ. അതെ, തീർച്ചയായിട്ടും എന്തെല്ലാം വി എസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കടലിലെ തിരയും ബക്കറ്റിലെ വെള്ളമൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ലല്ലോ. ഒരുപാട് ഇതുപോലെ തിക്താനുഭവങ്ങൾ സഖാവിനുണ്ടായിട്ടും പക്ഷേ താൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളിൽ നിന്ന് ഒരു തെല്ലിട വ്യതിചലിക്കാൻ വി എസ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അവസാനം കണ്ടത് എപ്പോഴാണ്? ഞാൻ കണ്ടത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. പിന്നെ ജന്മദിനത്തിനാണ് വിളിക്കാറുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സത്യപ്രതിജ്ഞാ സമയത്ത് ഞാനൊന്ന് വിളിച്ചിരുന്നു. കാണാൻ പോയപ്പോൾ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നല്ല ഓർമ്മ ഒഞ്ചിയം സമരമായിരുന്നു. തീർച്ചയായിട്ടും ഒഞ്ചിയം സമരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ നിരവധി ഞാൻ SFI ആയിരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ വി എസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് പല സമരങ്ങൾ. ഒരുപാട് പെമ്പിളയൊരുമൈ സമരത്തിന് ആ സമയത്ത് ഞങ്ങൾ കണ്ടിരുന്നു. കന്യാസ്ത്രീകളുടെ സമരം, ഇതൊക്കെ മറക്കാൻ കഴിയാത്ത ഒരുപാടാണ്. എൻഡോസൾഫാൻ സമരം. അങ്ങനെ വി എസ് എത്താത്ത ഇടങ്ങളില്ല. സാധാരണ മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അതിനിടയിലേക്ക് വി എസ് ഉണ്ടായിരുന്നു. അതാണ് വി എസിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ടി പിയോട് ഏറ്റവും നീതി പുലർത്തിയ ആൾ വി എസ് തന്നെയാണ്. തീർച്ചയായിട്ടും അതിലൊരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ വി എസ് ഓടിയെത്തിയത്. ഞങ്ങളുടെ വീട്ടിൽ വി എസ് എത്തിയത്. എത്ര സന്ദർഭങ്ങൾ.